വൈകിട്ട് സ്കൂൾ വിട്ട സമയത്ത് ആഡംബര വാഹനത്തിലായിരുന്നു ഈ ആളുകൾ സഞ്ചരിച്ചിരുന്നത്. മദ്യപിച്ചായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത്. പിന്നീടാണ് പോലീസ് കണ്ടെത്തുന്നത്. അങ്ങനെ കസബ പോലീസ് പരിധിയിലും വാളയാർ പോലീസ് പരിധിയിലും വെച്ച സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഈ വാഹനം അമിത വേഗത്തിൽ ദേശീയപാതയിലൂടെ കടന്നു വരികയായിരുന്നു. അത്തരത്തിൽ ഈ വാഹനം കണ്ട ഉടൻ തന്നെ കസബ പോലീസും വാളയാർ പോലീസും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിവരം നൽകി. കുഴൽമന്ദം പോലീസ് ഈ വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും വാഹനം നിർത്തിയില്ല. പിന്നീട് ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ വെച്ച് ആലത്തൂർ പോലീസാണ് ഈ വാഹനം തടഞ്ഞത്. മദ്യപിച്ചാണ് ഈ വാഹനം ഓടിക്കുന്നതെന്ന് ഡ്രൈവർ വാഹനം ഓടിക്കുന്നത് കണ്ടെത്തിയതോടുകൂടി ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാൻ പോലീസ് ശ്രമിച്ചു. ഇതോടുകൂടി ഈ വാഹനത്തിലുണ്ടായിരുന്ന യുവതികൾ ഉൾപ്പെടെ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. എറണാകുളം, തൃശൂർ, തൊടുപുഴ സ്വദേശികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ. മുഴുവൻ പേരെയും ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവർ മദ്യപിച്ചാണ് ഈ വാഹനത്തിൽ ഡ്രൈവർ ഉണ്ടായിരുന്നത്. ഡ്രൈവർ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡ്രൈവർക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ആലത്തൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപകടം വരുത്തുന്ന രീതിയിൽ അമിത വേഗതയിലായിരുന്നു ഈ വാഹനം ദേശീയപാതയിലൂടെ കടന്നു വന്നിരുന്നത്. പിന്നീട് ഈ വാഹനം ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടയുന്നു. ആ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന 3ഓളം യുവതികൾ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ പിന്നീട് നാട്ടുകാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസ് ഉടൻ തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു.